ചില വെജിറ്റബിൾസ് എല്ലാം തന്നെ എത്ര തന്നെ ഹെൽത്തി ആണെന്ന് അറിഞ്ഞാൽ പോലും നമുക്ക് കഴിക്കാനൊരു മടി ഉണ്ടാവും. വേറെ ഒന്നല്ല, അതിൻ്റെ ഒരു രുചി ഓർത്ത് തന്നെ എങ്ങനെ ഇത് കഴിക്കുക എന്നുള്ളത്. എന്നാൽ കുട്ടികൾ മുതൽ വലിയവർ വരെ ചോദിച്ചു വാങ്ങി കഴിക്കുന്ന ഈ ഒരു റെസിപ്പി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കലി കൊണ്ട് തന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. സിമ്പിളാണ് കേട്ടോ റെസിപ്പി. ബ്രോക്കലിക്ക് വലിയ വേവൊന്നും ആവശ്യമില്ല. നന്നായി തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് അത് വെള്ളം വാരാനായിട്ട് നമ്മൾ മാറ്റി വെക്കുകയും വേണം. എന്നിട്ട് ചോപ്പറിലേക്ക് സവാള, ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു പുളിപ്പിന് വേണ്ടി തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ചോപ്പ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം അതേ ചോപ്പറിൽ തന്നെ നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കണോ അതിനനുസരിച്ച് മുട്ടയുടെ അളവും കൂടുകയും ഞാനിവിടെ ഒരു 2 മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ചോപ്പറിലാകുമ്പോൾ നല്ല ഫ്ലഫിയായി കിട്ടും. അല്ലെങ്കിൽ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ പകുതി വെന്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രോക്കലി എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുകൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആ മുട്ടയും പെപ്പർ പൊടിയും ബ്രോക്കലി എല്ലാം തന്നെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ കൂട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാളയും ക്യാപ്സിക്കും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നന്നായി നോക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഞാനിവിടെ ഒരു ആപ്പം പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ദോശക്കല്ലിൽ ഓംലെറ്റ് പോലെ ഉണ്ടാക്കാം. ഏത് രീതിയിൽ ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഓംലെറ്റിനേക്കാളും ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പിൽ കാണുമ്പോൾ അവർ കഴിക്കുന്നതിന് അവർക്കൊരു ഇൻട്രസ്റ്റ് കാണും. അതിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഈ കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അത്രയേ ഉള്ളൂ സംഭവം. 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനും മറക്കരുതേ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. നമുക്കിത് വീണ്ടും ഈ സൈഡ് നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടുന്ന പോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നന്നായി വെന്തിട്ട് ആ ടെക്സ്ചറൊക്കെ നല്ല രീതിയിൽ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ പാത്രം കാലിയാക്കുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അങ്ങനെ എൻ്റെ വീട്ടിൽ കഴിക്കാത്ത മക്കളെല്ലാം തന്നെ ഇത് ചോദിച്ച് വാങ്ങി കഴിച്ചു. സംഭവം അടിപൊളിയാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. ഇതുപോലൊരു പുതിയൊരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.